ആ കല്ല് ശാപം കിട്ടിയ കല്ലാണ്. ആ കല്ല് ആരുടെ കയ്യിലിരിക്കുന്നോ അവർക്ക് നാശമായിരിക്കും ഫലം. ജൂലി, ഇപ്പൊ നിന്റെ സമയം മോശമായി തുടങ്ങി. അങ്ങനെയാണോ? പക്ഷേ എനിക്ക് അങ്ങനെ ചീത്ത സമയം തുടങ്ങി. തീയുടെ ഉള്ളിൽ പേപ്പർ വീണാൽ അത് കത്തുക തന്നെ ചെയ്യും. അതിന് സമയം മോശമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവര് തന്നെ അല്ലേ. ഇത് വെക്കുമ്പോ ശരിയായിട്ട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ രത്നകല്ലിംഗ് എന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ഇതെന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഹലോ, എന്താ ബാങ്കിൽ നിന്നോ എന്റെ അക്കൗണ്ടിൽ പണമില്ലെന്നോ? സമയദോഷം തുടങ്ങിയെന്നാ തോന്നുന്നേ. അടുത്ത ആളാരാ? അടുത്തത് ഭയങ്കര വീരനാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ, കഴിവുള്ള ഒരുത്തനെയും കണ്ടു കിട്ടുന്നില്ല. ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കും? പുറത്താക്കിയല്ലോ. വിടൂ, അവരുടെ നേരം ശരിയല്ല. നമ്മളാണെങ്കിൽ സാരമില്ല, അയാളുടെ ഓഫീസിലല്ലേ ജോലി ചെയ്തത്. ഇവനെയാണ് വീട്ടിൽ ജോലി ചെയ്തല്ലേ, ഇവനെ അടിച്ചു പുറത്താക്കില്ല. അതോർക്കുമ്പോഴാണ് അപ്പൊ നിങ്ങളെ എന്നെ പോലെ അടിച്ചു വരട്ടെന്ന് പറ. വന്ന് ഇങ്ങോട്ട് ഇരുന്ന് സംസാരിച്ചേ. ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. ഇനി എന്നെ ബോസ് എന്ന് വിളിച്ചാ മതി. വിലമതിക്കാനാവാത്ത ഒരു രത്നത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എവിടെയുണ്ടെന്ന് അറിയാവുന്ന ഒരാളെ ഞാൻ പിടിച്ചു വച്ചിട്ടുണ്ട്. ഇതിപ്പോ വളരെ അത്യാവശ്യമാണോ? ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ വാങ്ങിച്ചു. ഇനി നിന്റെ സമയം മോശമായി തുടങ്ങിയിരിക്കുന്നു. ഒന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചാ നിന്നെ ഇങ്ങനെ ചെയ്തത്. അങ്കിൾ, എന്നെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് എന്ത് പ്രയോജനമുള്ളത്? ശാപം കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകരുത് ജാക്കി. അത് ഞാൻ ശരിയാക്കുന്നത് വരെ നീ എല്ലാം സഹിച്ചേ പറ്റൂ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അങ്കിൾ. പക്ഷെ അങ്കിൾ പറഞ്ഞ എല്ലാ ബുക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ കല്ലിനെ പറ്റി ഒന്നുമില്ല. സാധനങ്ങൾ വിൽക്കുന്നത് എങ്ങനെ? അതെന്റെയാണ്. ഇങ്ങതാ. ജാക്കി എവിടെയാണ്? ആ ശാപം പോകണമെങ്കിൽ ആ കല്ല് ഇനി ഒരുത്തം വാങ്ങണം. മനഃപൂർവ്വമായിട്ട് വാങ്ങിയാലേ ആ ശാപം നീങ്ങൂ. ഞാൻ ഇഷ്ടായിട്ടാ വാങ്ങിയത്. അതുകൊണ്ടാണ് അയാൾ എനിക്ക് കാശും കൊടുത്തിട്ട് വാങ്ങിച്ചോണ്ട് പോയത്. ഇനി ഒരു കാര്യം, ആ ശാപം തീരണമെങ്കിൽ ആ കല്ല് എവിടുന്ന് എടുത്തുവോ അവിടെ കൊണ്ടുവയ്ക്കണം. എങ്കിലേ ശാപം തീരൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞാനാണ് കാരണം ജാക്കി. അത് ഞാൻ തന്നെ ശരിയാക്കാം. നിങ്ങളുടെ കൂടെ ആ ദ്വീപിലേക്ക് ഞാനും വരാം ജാക്കി. വേണ്ട ജൂലി, എന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. പ്ലീസ്. എന്റെ സഹായമില്ല നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ വെളുത്തുള്ളി പകല. ഇത് നിന്നെ മാത്രമല്ല സമയത്തിനെയും മാറ്റും. ഇനിയൊരു കാര്യം, ഈ മൊയിലിനെ നീ കയ്യിൽ വെച്ചോ. എല്ലാം നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാ തരുന്നത്. കൂടാതെ ഇതും വെച്ചോ. ഇതെപ്പോഴും നിന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താകും? മുയലിന് വിശപ്പുണ്ടാവുമ്പോ എല്ലാം തിന്നുകളയും. ഇതുള്ളത് കൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ടാക്സി! അപകടം! മുയൽ! അയ്യോ, എന്റെ മുയൽ! അവിടെ നിൽക്കേ! മുയല്! നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ. എയർപോർട്ടിലേക്ക് പോകാം. ജാക്കി ചാന്റെ അടുത്തുണ്ടോ? എന്ത് പോയാലും ഇവന്റെ കയ്യിൽ അത് കിട്ടൂ. വേറെ എവിടെയെങ്കിലും പോയി വലിയ കല്ല് മോട്ടിക്കാൻ നോക്കിയാലോ? എന്താ ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. കാരണം ഞാനാണ് ബോസ്. ജാക്കി ഡാർക്ക് ആർട്ട് ഗ്രൂപ്പിന്റെ അടുത്ത് വേണമെങ്കിൽ കളിച്ചിരിക്കും. പക്ഷേ എന്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. നോക്ക്, ഞാൻ പറയുന്നത് കേക്ക്. അത് ഭാഗ്യമില്ലാത്ത കല്ല. നിങ്ങൾക്കത് വേണ്ട. ഇവൻ പറയുന്നത് കേക്ക്. ഏതില് ഭാഗ്യമുണ്ട് ഏതിലാ ഭാഗ്യമില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നാ മതി. ബാക്കിയുള്ളത് ഞങ്ങൾ ചെയ്തോളാം.
വാ അവനെ പോയി പിടിക്കാം. എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാ മതിയോ? പിന്നെ ബോസായിട്ട് ഞാൻ എന്തിനാ ഇരിക്കുന്നത്? താങ്ക് യു. കാറ്റിൽ കാണാതെ പോയി വിചാരിച്ചപ്പോ കാർഗോയിലാ പോയിരിക്കുന്നത്. ഭഗവാനെ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നീ വേണം എന്നെ രക്ഷിക്കാൻ. അപ്പൂപ്പ ഒന്ന് നിവർന്നിരുന്നാൽ ഇരിക്കാൻ നല്ല സൗകര്യമായിരുന്നു. പറ്റില്ല. ദൈവമേ, ഒരു പ്രശ്നങ്ങളും ഇല്ല. അതൊരു വിധത്തിൽ ഇവിടെ എത്തി. ജൂലി, അങ്കിൾ പേടിച്ച് നിങ്ങൾ തനിച്ചു പോവാൻ പറഞ്ഞേക്കാം. പക്ഷെ ഞാനില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ജൂലി, എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നീ ഇവിടേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് എന്ത് കഷ്ടമോ? വരുന്നവനും പോകുന്നവനും എല്ലാം എന്റെ തോളയിലാണല്ലോ കയറുന്നത്. എന്താന്ന് വെച്ചാ നിങ്ങളാണ് ഈ ടിവിയിൽ പച്ചക്കലർ ഇടാത്ത ഇരിക്കുന്നത്. ഇവിടെ എല്ലാരും പച്ചക്കലർ ധരിക്കണം. ഓ, എയർപോർട്ടിലേക്ക് വരാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നെ ആരും ഒന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ. ഇതെന്താ? വരൂ, നിങ്ങൾക്ക് പച്ചക്കറിയിൽ എന്തെങ്കിലും മേടിക്കാം. പറയൂ. ജാക്കി, ഞാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഭീമൻ കൂടി ഒറ്റക്കാലിൽ നടന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അങ്കിൾ. ഭീമ, നീ ഇപ്പൊ കാണിക്കുന്നത് മണ്ടത്തരമാണ്. റിവേഴ്സിൽ നടക്ക. ഇന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. ചീത്ത കാര്യം നടക്കാതിരിക്കണമെങ്കിൽ ബെൽറ്റ് നീ എപ്പോഴും ഇടണം. ബെൽറ്റ് നോക്കാൻ പറഞ്ഞാൽ നീ എന്തിനാ ബനിയം പൊക്കി നോക്കുന്നത്? ബെൽറ്റിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നോട് പിന്നീട് വിളിച്ചു പറയാം. അങ്കിൾ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ അങ്കിൾ? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്തിനാ കുറുകെ കയറി പറയുന്നത്? അല്ലല്ല, അങ്കിൾ പറഞ്ഞത് ഞാൻ തിരിച്ചു. മാർഗർ ഗ്രൂപ്പ് അവരൊക്കെ പഴയ വില്ലന്മാരാ. ഞങ്ങളിപ്പോ പുതിയ വില്ലന്മാരായിട്ടിരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിന് ഏതെങ്കിലും പുതിയൊരു പേരിടണം. അപ്പൊ ആ കുഴപ്പം തീരും. വായി വന്നതൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? ആ രത്നം എവിടെ? വേണ്ട കൂട്ടുകാരാ, ഞാൻ പറയുന്നത് കേക്ക്. ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞങ്ങൾക്ക് തീരെ മര്യാദയ്ക്ക് തരുന്നതാ നല്ലത്. ഇതാ ജാക്കി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ. ഓഹോ, പച്ച കളർ ജിങ്കിച്ച, മഞ്ഞ കളർ ഓടിക്കോ. അങ്കിള് ബെൽറ്റ് ഇടണമെന്ന് ചുമ്മാ അല്ല പറഞ്ഞത്. അതെന്റെ പാന്റ്. എന്റെ പാന്റ് ഇവിടെ വിടാനല്ലേ പറഞ്ഞത്? പാന്റ് തരാൻ. അയ്യോ, വേണ്ട 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 വേണ്ട. അയ്യോ, എനിക്കങ്ങ് നാണക്കേടാ. എന്റെ പാന്റ് താ. അയ്യോ, ആരും ഇങ്ങോട്ട് നോക്കല്ലേ. അവൻ അവിടെയുണ്ട്. നോക്കടാ, നാണം കെട്ടവൻ. നിന്റെ വീട്ടിൽ നിനക്കിടാനായിട്ടൊരു പാന്റ് പോലും ഇല്ലടാ. പാന്റോ ഷർട്ടോ? അവൻ പച്ച കളറിൽ അത് ഇട്ടോണ്ട് നടക്കണം എന്ന് അറിഞ്ഞൂടെ? എന്റെ ഉന്ന ഒരിക്കലും തെറ്റില്ല. ഞാൻ നിന്നെ പിടിച്ചിരിക്കും. നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. വേണോ ജാക്കി? ജൂലി, നീ ഒരു കാര്യം പറഞ്ഞോ? അവരാ രക്തക്കല്ലുകൊണ്ട് പോയി. അപ്പൊ ആ ശാപം അവരുടെ ഒപ്പം പോവും. ഹലോ, ഒരു കാര്യം പറയാൻ മറന്നു. നീ വളരെ സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ്. ആരെങ്കിലും ഇഷ്ടപ്പെട്ട കല്ല് വാങ്ങിയാൽ നിന്റെ ശാപം തീരും. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മോഷ്ടിച്ചാൽ നിന്റെ ശാപം തീരില്ല. മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ ശാപം നിന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ജീവിതം മുഴുവൻ തീർന്നെന്നാ തോന്നുന്നത്. ഒരു വിധത്തിൽ പ്രശ്നങ്ങൾ തീർന്നെന്നാ തോന്നുന്നു. താങ്ക് യു. ജാക്കി, പ്ലീസ് ഇത് ഇട്ടേക്ക്. ഒന്ന് ചുമ്മാ ഇരിക്കും ജൂലി. ഇപ്പൊ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് നടക്കേണ്ട നിലയിലാണോ? കണ്ടോ, അങ്കിള് പറഞ്ഞ ശാപം എന്നെ എങ്ങനെ പിടികൂടിയിരിക്കുന്നെന്ന്. അത് നശിപ്പിക്കാൻ അങ്കിൾ പറഞ്ഞതല്ലേ ജാക്കി? ആ കല്ല് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കണം. ആ കല്ല് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവർ ഈ സമയത്ത് എവിടെയാണ്, എതിലേക്ക് ഇറങ്ങുകയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക?
അത്രേ ഉള്ളൂ. ഈ പ്രശ്നം ഞാൻ തന്നെ ശരിയാക്കി തരാം. ആരും അനങ്ങി പോരുത്. ഗ്ലാസ് കമ്പനി എവിടെയാണ്? അത് ശരി, ആദ്യം നീ ആരാണെന്ന് പറ. പറഞ്ഞത് ശരിയാണ്, ഞാനാണ് ലെപ്രക്കോൺ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ശപിക്കും. ഈ തെരുവിൽ നിന്ന് 3 തെരുവ് അപ്പുറത്തൊന്നു റൈറ്റിൽ തിരിഞ്ഞ 3ാമത്തെ ബിൽഡിംഗാ. ഓ, നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു സത്യം പറഞ്ഞത് കൊണ്ട്. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആ ലെപ്രക്കോണിനെ പിടിക്ക. അതിനെ പിടിച്ച് അതിന്റെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വാങ്ങിക്കടാ. നിൽക്കണം, ഞാൻ ലെപ്രക്കോൺ എന്നല്ല, ഞാൻ വെറുതെ. ലെപ്രക്കോൺ എങ്ങനെ ഉണ്ടാവുന്ന ഞങ്ങൾക്കറിയില്ലേ. ജോലി കല്ല് കിട്ടിയോ? ഇനി ഇവിടെ നിന്നാൽ വേറെ എന്തെങ്കിലും കിട്ടും. വാ. ലെപ്രക്കോൺ ഈ സൈഡിലേക്ക് എവിടുന്ന ശബ്ദം വരുന്നേ? എന്റെ പാന്റിൽ നിന്നാ. ശരി, എന്താ പ്ലാൻ? ഒരു നിമിഷത്തിൽ അറ്റാക്ക് ചെയ്യുന്നു. ഒരു പ്ലാനും ഇല്ല, നീ ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി. പക്ഷെ നിനക്ക് സമയം ശരിയല്ല. എന്റെ സമയം വളരെ നല്ലതാ, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്. വളരെ ധൈര്യശാലിയാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ഇനി എന്താവും ആർക്കറിയാം. ജാക്കിക്ക് സഹായം ആവശ്യം. ശാപമോ? നിങ്ങൾക്കാരോ തെറ്റായ ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ്. ഇത് സത്യത്തിൽ വൈരം തന്നെയാണ്. ആ 3 കോടി മറന്നു കളയരുത്. 3 കോടിയാ? ഇത്രയും വലിയൊരു തുക എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടതേ ഇല്ല. ശങ്കർദാദ എന്ന് പറഞ്ഞ വെറുതെയാണോ? എന്റെ രാശി നല്ല രാശി, എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ രാശി അവനെ പിടിക്കടാ. ഈ മെഷീൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നൊക്കെ കടാപാട് വെക്കുമെന്ന് കണ്ടില്ലേ? എവിടെ നിൽക്കാൻ? നിന്നോടാ പറഞ്ഞത് എവിടെ നിൽക്കാൻ? ഓ, കുടുങ്ങി. എന്തെങ്കിലും ചെയ്യ് ജൂലി. എന്നോടാണോ കള്ളം പറഞ്ഞ് കളിപ്പിക്കാൻ? ഓക്കേ, ഞാൻ സമ്മതിച്ചു. എല്ലാവരും എന്റെ പിന്നാലെ വരൂ. നിങ്ങൾക്ക് ഞാൻ സ്വർണം തരാം. ഈ ഭൂമിയിൽ നീ എവിടെ പോയി ഒളിച്ചാലും ശരി, ഞങ്ങൾ നിന്നെ പിടിച്ചിരിക്കും. ആ രത്നം മര്യാദയ്ക്ക് ഇതാ. ഇതാ, താൻ തന്നെ വെച്ചോളൂ. ജീവിതത്തിൽ നീ ആദ്യമായിട്ട് തോറ്റിരിക്കുകയല്ലേ? ഇതിനെപ്പറ്റി നീ എന്താ പറയുന്നത്? തോൽവിക്ക് തിരിച്ചടി നൽകിയവനാണ് ഞാൻ. അത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണല്ലോ. നിങ്ങൾ പക്ഷെ അത് കേൾക്കുന്നില്ലല്ലോ. ഈ രഥം നീ തന്നെ വെച്ചോ. അതും എടുത്തോണ്ട് ഒരുത്തനും എടുത്ത് പോകാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഇങ്ങോട്ട് താടാതെ. അയ്യോ, അത് എന്റെ അടുത്തില്ല, ഇവന്റെ അടുത്താ ഉള്ളത്. എന്താടാ എല്ലാവരും കൂടെ ഞങ്ങളെ പട്ട കളിപ്പിക്കണം? ആ ശാപക്കല്ല് ഏത് മണ്ണിലാണോ വാങ്ങിക്കുക? നിന്റെ കയ്യിലാണ് സ്വർണ്ണം ഉള്ളതെന്ന് ലെപ്രക്കോൺ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓടിക്കോളാ. ഞങ്ങളുടെ ജോലി വിട്ടിട്ട് പോവുക. എന്നെ വിടുന്നത് ഇരിക്കട്ടെ. അവരുടെ കയ്യിൽ അകപ്പെടുത്താൽ അവർ നിങ്ങളെ അങ്കിൾ പറഞ്ഞതുപോലെ ആ കല്ല് അവിടെ വെച്ചു. നിന്റെ ചീത്ത സമയങ്ങളൊക്കെ പോയി. ശരിയാ പറഞ്ഞത്. എനിക്കും ഇപ്പൊ അങ്ങനെ തന്നെയാ തോന്നുന്നത്. ജാക്കി നോക്ക്. ഓ, കറുത്ത പൂച്ച, കണ്ണാടി പൊട്ടിച്ചത്, ഏണിയുടെ താഴെ നടന്നത്. ഇത് ഇനി 3 നിമിഷത്തിൽ നിങ്ങൾക്ക് ചീത്ത സമയാ.
നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ റോഡിലാണല്ലോ നിൽക്കുന്നത്. സോറി ബ്രദർ, ചവറിടുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ തെറ്റാ.